ശ്രീകാന്ത് കേൾക്കാമെങ്കിൽ കോതമംഗലത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ ശ്രീകാന്ത്? ഉമേഷ്, ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസിന്റെ വലിയ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി ഇവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ നിന്നടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നു, മറുവശത്ത് പിരിഞ്ഞു പോകാതെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതാക്കളും പൊതുജനങ്ങളും അടക്കമുള്ളവർ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ച ഇവിടെയും കാണാൻ സാധിക്കും. ഈ മൃതദേഹവുമായി ഏതാണ്ട് 2-2.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഈ കോതമംഗലത്ത് ഈ കത്തിക്കാളുന്ന വെയിലിൽ അവരുടെ ഒരു പ്രതിഷേധം തുടരുന്നത്. ആ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ പോലീസ് പലതവണ ആവശ്യപ്പെട്ടു. പക്ഷേ മന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമോ ഇവിടേക്ക് എത്തിച്ചേരാതെ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് നേതാക്കൾ അറിയിക്കുന്നതും. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലാതെ കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകർ ഒരു വശത്ത് നടപടി കടുപ്പിച്ച് പോലീസും എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ നടപടി ഉണ്ടാകും. വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. പോലീസിന്റെ വലിയ വാഹനം എത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തകരെയും നേതാക്കളെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ വലിയ വാഹനം ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അത് എന്തായാലും അല്പസമയത്തിനകം, അധികം താമസിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു പോലീസ്. ഇപ്പോൾ CCF, ഹൈറേഞ്ച് CCF ഇവിടേക്ക് വരുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ മന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. അതിനു മുൻപായി തന്നെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന നടപടികൾ ഉണ്ടാകും. പൊതുജനങ്ങളെ, പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. വാഹനങ്ങളുമായി ഇപ്പോൾ ഈ സമരത്തിനിടയിലേക്ക് വന്ന ആളുകളുമായി കയർക്കുന്ന ദൃശ്യങ്ങൾ കാണാം. പോലീസ് അവരെ ഇടപെട്ട് തിരിച്ചയക്കുന്നതും കാണാൻ സാധിക്കും. തർക്കത്തിലേക്ക്, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ നടക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വിഷയമല്ല. ഇവിടേക്ക് വാഹനങ്ങളുമായി കടന്നു വന്ന വാഹനങ്ങൾ ഇവിടെ തടഞ്ഞിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വാഹനത്തിന് കുറുകെ കയറിക്കിടന്ന് വാഹനം വിടാതെ ഇവിടെ വാഹനത്തിന് കുറുകെ കയറിക്കിടന്നുള്ള പ്രതിഷേധം കാണാൻ സാധിക്കും. പോലീസ് ഇടപെട്ട വാഹനം ഇപ്പോൾ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രതിഷേധം കനക്കുക തന്നെയാണ്, പിന്മാറില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ പ്രതിഷേധക്കാർ ഒരു സൈഡിൽ നിൽക്കുന്നു, ഒരു സൈഡിൽ പോലീസും നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനി അധികം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് തോന്നുന്നില്ല. നടപടിയിലേക്ക് പോലീസ് നീങ്ങാൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസുമായി ഉന്തും തള്ളും, പോലീസിന് നേരെ വെള്ളക്കുപ്പി പോലീസിന് നേരെ എടുത്തെറിഞ്ഞിരിക്കുന്നു. നിലവിൽ ഉന്തും തള്ളും പോലീസുമായി തുടങ്ങിയിരിക്കുന്നു. അതൊരു സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാക്കേറ്റം ഒരു സൈഡിൽ, പോലീസിന് നേരെ വെള്ളക്കുപ്പിയും വലിച്ചെറിയുന്നുണ്ട് ഒരു സൈഡിൽ. ഒരു സംഘർഷം കോതമംഗലം നഗരത്തിൽ സംഘർഷം നിലനിൽക്കുന്നു. കോതമംഗലം നഗരത്തിൽ പോലീസുമായി വാക്കേറ്റവും സംഘർഷവും. പോലീസ് പരമാവധി സംയമനം പാലിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും. അതൊരു വലിയ കയ്യാങ്കളിയിലേക്ക് നീങ്ങാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം നടക്കുന്നുണ്ട്. സ്വാഭാവികമായി പോലീസ് ഇവിടെ നിലവിൽ ഇപ്പോൾ സംയമനത്തിലാണ്. ഒരുപക്ഷെ അവർക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ഈ മൃതദേഹം വീണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും, ഇതാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് തങ്ങൾക്ക് നേടിയെടുത്തേ പിന്മാറൂ എന്ന പ്രതിഷേധക്കാരും പറയുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ വരുമെന്ന് നേരത്തെ അറിയിച്ചു. പക്ഷേ ഇതുവരെയും ഇവിടേക്ക് മന്ത്രിയോ ഉന്നത ഉദ്യോഗസ്ഥരോ എത്തിച്ചേർന്നിട്ടില്ല. അതിന്റെ അമർഷം, അതിന്റെ രോഷം ഈ പ്രതിഷേധക്കാരിലും കാണാനുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പരമാവധി പോലീസ് സംയമനം പാലിച്ച് നിൽക്കുന്നു. നടപടിയിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഒരു ശാന്തതയായി മാത്രം ഇതിനെ കാണാം. കടുത്ത നടപടിയിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മൃതദേഹം വീണ്ടെടുത്ത് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ പോലീസിന് നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിലേക്ക് അവർ നീങ്ങുകയാണ്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പോലീസിന് നേരെ നടന്നെടുക്കുന്നതും
പോലീസ് അവരുമായി ചർച്ച നടത്തുന്നതും സംയമനം പാലിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും. ഏത് നിമിഷവും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഏത് നിമിഷവും കസ്റ്റഡിയും അറസ്റ്റും ഒക്കെ തന്നെ ഉണ്ടാകാം. ഏത് നിമിഷവും പോലീസിന്റെ നടപടി പ്രതീക്ഷിക്കാം. അത്രയധികം സംഘർഷഭരിതമാണ് അന്തരീക്ഷം. പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഘട്ടത്തിൽ പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായ നിർദ്ദേശം നേരത്തെ തന്നെ കിട്ടിയിരുന്നു. കടുത്ത നടപടിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം വീണ്ടെടുക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. നടപടിയിലേക്ക് നീങ്ങാൻ പോലീസ് ഒരുങ്ങുന്നു എന്ന് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇരു ഭാഗങ്ങളിലായി പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് പ്രതിഷേധക്കാരും നിലയുറപ്പിച്ചിരിക്കുന്നു. രാവിലെ ഏതാണ്ടൊരു 2-3 മണിക്കൂറായി ഈ നഗരത്തിൽ, ഈ ടൗണിൽ ഈ പ്രതിഷേധം നടക്കുന്നു. ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. ഓരോ ജനപ്രതിനിധികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പെരുമ്പാവൂർ MLA കൂടി സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയാണ് പെരുമ്പാവൂർ MLA കൂടി ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇവരുടെ ആവശ്യം മന്ത്രി അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേരണം. അതുവരെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല, പ്രക്ഷോഭത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ കാണുന്നത് അവരുടെ പ്രതിഷേധങ്ങൾ തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പൊതുജനങ്ങളുടെ പ്രതിഷേധമാണ്. സംയമനത്തിലാണ് പോലീസ്. ഈ ദൃശ്യങ്ങൾ കാണുന്നതും അതാണ്. ഇനിയും ഈ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നടപടി എന്തായാലും പ്രതീക്ഷിക്കാം. എസ് ശ്രീകാന്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോതമംഗലം ടൗണിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി പ്രതിഷേധം നടക്കുകയാണ്. പോലീസ് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ വനം വകുപ്പിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒട്ടേറെ ആളുകൾ തമ്പടിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. നേരത്തെ മൃതദേഹം കോതമംഗലം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൃതദേഹം അവിടെ നിന്ന് കോതമംഗലം ടൗണിലേക്ക് മാറ്റിയത്. പോലീസ് അത് തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഡീൻ കുര്യാക്കോസ് MPയുടെ അടക്കം നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹവുമായി ടൗണിലേക്ക് എത്തുകയായിരുന്നു. പോലീസ് അവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ പ്രവർത്തകർ അവരെ തള്ളി മാറ്റിക്കൊണ്ട് മൃതദേഹവുമായി കോതമംഗലം ടൗണിലേക്ക് നീങ്ങുകയായിരുന്നു. പോലീസ് തുടർന്ന് പിന്തിരിയുന്നതാണ് കണ്ടത്. ASP അടക്കമുള്ളവർ പിന്നീട് സ്ഥലത്തേക്ക് എത്തി. തൽക്കാലം ഒരു ബലപ്രയോഗം ഇല്ല. സ്ഥിതിഗതികൾ ശാന്തമാക്കാനാണ് പ്രഥമ പരിഗണന എന്നാണ് ASP പ്രതികരിച്ചത്. അതിനുശേഷവും ഇപ്പോൾ കോതമംഗലം ടൗണിൽ പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു വയോധിക കൊല്ലപ്പെട്ടിരുന്നു. കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ ഈ കൊല്ലപ്പെട്ട ഇന്ദിരയ്ക്കൊപ്പം മറ്റൊരു വയോധിക കൂടി ഉണ്ടായിരുന്നു. അവരുടെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്കൊന്ന് പോയതിനു ശേഷം ഈ പ്രതിഷേധങ്ങളിലേക്ക് തിരികെ എത്താം. ഞങ്ങൾ കൊല്ലുവതല്ലത്. എന്തിനു സർക്കാർ ഇങ്ങനെ ജീവിക്കണം? ഞങ്ങളെ എന്തിനിങ്ങനെ ഇട്ടു? ഞങ്ങൾ പാവ കളിപ്പിക്കണു. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം എൻ്റെ മോൻ വിളിച്ച് ഞാനിങ്ങോട്ട് വേഗം പോകുന്നു. ഇപ്പം ആനയിലെ പറമ്പിക്കട് വന്നുകണ്ടപ്പോൾ ഞാൻ ഓടി പാലക്കറി കാരണം ആന എൻ്റെ പുറകെത്തി. തോടിൻ്റെ അവിടെ വന്നു ആന തിരിച്ചു വന്ന് ആനയുടെ നാലിനുണ്ട്. അമ്മേനെ ചവിട്ടിയിട്ടിട്ട് ആന ഇങ്ങോട്ട് കടന്നു വന്ന് തിരിഞ്ഞു വന്ന ആന കുത്തി. കൊലവിളിയും വിളിച്ചാണ് കുത്തണ എൻ്റെ കണ്ണുകൊണ്ട് കാണുക. എന്ത് ചെയ്യും? ശ്രീകാന്തിലേക്ക് തിരികെ. ശ്രീകാന്ത്, കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊരു നടപടിയിലേക്ക് കടക്കുന്നില്ല. എന്തെങ്കിലും അനനയത്തിനൊരു സാധ്യത തേടുകയാണോ പോലീസ് ഇപ്പോൾ? ശ്രീകാന്ത്, നിലവിലൊരു അനുരഞ്ജനത്തിനുള്ള സാധ്യത പോലീസിന്റെ ഭാഗത്തുനിന്നും അവർ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇതൊരു വൈകാരിക വിഷയമാണ്. പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അവർക്കിതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവർ ജീവിക്കുന്ന നാട്ടിലേക്ക് വന്യജീവികൾ ഇറങ്ങി വരുന്നു. അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ തന്നെ ഇതൊരു വൈകാരിക വിഷയമായി തന്നെയാണ് പോലീസ് അടക്കമുള്ളവരും കാണുന്നത്. അവരൊരു സംയമനം പാലിക്കുന്നുണ്ട് പോലീസ് പരമാവധി. ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലേക്ക് പോലീസും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരു കടുത്ത നടപടിയിലേക്ക് ഏതാണ്ട് ഒരു 3 മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസ് കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവരും ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവരും അവസാന നിമിഷവും
പ്രതീക്ഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം, ഇൻക്വസ്റ്റ് അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. അത് പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകും എന്നൊരു കാര്യം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരോ മന്ത്രിയോ അടക്കമുള്ളവർ വരട്ടെ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഈ റോഡിന് നടുവിലായി പന്തലിട്ട് അവിടെ മൃതദേഹം വെച്ച് പ്രതിഷേധം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. വലിയ വെയിലാണ്, അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ ഇവിടെ നിൽക്കുന്നത്. ഏതാണ്ട് ഒരു 5 പഞ്ചായത്തുകളിൽ ഈ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. അല്പസമയത്തിനകം ഹൈറേഞ്ച് CCF ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും. ഒരുപക്ഷെ ഈ പ്രതിഷേധക്കാരുമായി അദ്ദേഹം ചർച്ച നടത്തുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിൽ പരിഹാരമായില്ലെങ്കിൽ ഇനി എന്ത് എന്ന കാര്യം ഈ പ്രതിഷേധക്കാർ വ്യക്തമാക്കിയില്ല. ഒരുപക്ഷെ അവരുടെ ഭാഗത്തുനിന്നും കുറച്ചുകൂടി ശക്തമായ പ്രതിഷേധങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും സംയമനത്തോടെയുള്ള നടപടിയാണ് ഇപ്പോഴും കാണുന്നത്. നേരത്തെ ഏതാണ്ട് ഒരു 5 മണിക്കൂറാകുന്നു മോർച്ചറിയുടെ മുന്നിൽ നിന്നും ഈ പ്രതിഷേധം തുടങ്ങിയിട്ട്. മോർച്ചറിക്കുള്ളിൽ വെച്ച് ഒരു ചെറിയ പ്രശ്നമുണ്ടായി, പിന്നീട് റോഡിൽ വെച്ച് പോലീസുമായി ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. സമാധാനപരമാണ് ഇപ്പോഴും കാര്യങ്ങൾ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ എത്തിയില്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നാണ് ഈ പ്രതിഷേധക്കാരും അറിയിക്കുന്നത്. പോലീസ് ഇപ്പോഴും സംയമനം പാലിക്കുന്നുണ്ട്, കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നില്ല. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയാണ് നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വയോധിക കൊല്ലപ്പെട്ടത്. തൊട്ടു പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. മൃതദേഹം കോതമംഗലം ആശുപത്രിയിൽ നിന്ന് പുറത്തെത്തിക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റി കോതമംഗലം ടൗണിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കോതമംഗലം ടൗണിൽ ആ മൃതദേഹവുമായുള്ള പ്രതിഷേധം തുടരുകയാണ്. പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കി, പക്ഷേ അത് ഫലം കണ്ടില്ല. പ്രവർത്തകർ മൃതദേഹവുമായി കോതമംഗലം ടൗണിലേക്ക് എത്തി. ഇപ്പോൾ കോതമംഗലം ടൗണിൽ ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട്.